നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാനുള്ള ചിന്ത, അത് ഒരു ഇൽമിന്റെ മജ്ലിസ് നഷ്ടമായത്, ഒരു ഷെയ്ഖിനെ കാണാൻ ചെന്നിട്ട് കാണാൻ പറ്റാതെ പോയത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സുഹ്ബത്ത് വാങ്ങിക്കാൻ വേണ്ടി ചെന്ന് സ്വഹാബിയാവാൻ വേണ്ടി ആഗ്രഹിച്ചു ചെന്ന് സാധിക്കാതെ പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്, പക്ഷെ നബി തങ്ങളെ വന്ന് കാണാൻ പറ്റിയില്ല. മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു, അബൂ മുസ്ലിമുൽ ഖൗലാനി, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ മാ ഫുഇല ബി ഇബ്രാഹീം അലൈഹിസ്സലാം ഫനുജ്ജിയ മിനന്നാർ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അല്ലാഹുവേ നിനക്ക് സ്തുതി. ഇബ്രാഹീം നബി അലൈഹിസ്സലാമിൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. ഇബ്രാഹീം നബിയെ തീയിലിട്ടിട്ട് ഒരു രോമം പോലും കരിയാതെ എണീറ്റ് വന്ന ഇബ്രാഹീം അലൈഹിസ്സലാം. ഇബ്രാഹീം നബി തീയിലിട്ട സ്ഥലം ഇന്ന് തുർക്കിയിലാട്ടോ, തുർക്കിയിലാണ് ആ സ്ഥലം ഉള്ളത്. ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ചാംലി ഉർഫ എന്ന സ്ഥലത്തിന് പറയാം, ചാംലി ഉർഫ. നല്ല വളരെ വലിയ ഒരു സിയാറത്തിൻ്റെ സ്ഥലമാണത്. നമ്രൂദിൻ്റെ കോട്ടയും, നമ്രൂദ് അവിടുന്ന് ആ ഒരു ഖനബോൾസിൽ മഹാനവറുകളെ അങ്ങനെ തൊടുത്തു വിട്ടതും താഴേക്ക് വീണതും ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ ഉണ്ട്. നമ്രൂദിൻ്റെ കോട്ടയുടെ അവശിഷ്ടങ്ങളും ഇപ്പോഴും അവിടെ ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ച സ്ഥലം അവിടെയാണ്. ഇബ്രാഹിം നബി തീയിലിട്ട സ്ഥലം ഇപ്പോൾ ഉറവയാണ്, വെള്ളമാണ്. അപ്പോൾ ആ ഏരിയ മൊത്തം ജലാശയമാണ്. അവിടെ പരിസരത്തൊക്കെ ഉണങ്ങിയ സ്ഥലമാണ്, മരുഭൂമി പോലെ കാണുന്ന സ്ഥലം. പക്ഷേ ഇബ്രാഹിം നബിൻ്റെ ഈ സ്ഥലം അവർ അൽ ഹറമുൽ ഇബ്രാഹിമി എന്നാണ് ഇതിനെ വിളിക്കുക. മാഷാ അല്ലാഹ്, ഒരുപാട് ആളുകൾ സിയാറത്ത് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മഹാനായിരുന്നു അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ. യമനിൽ അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, അന്നത്തെ മഹാപണ്ഡിതനായിരുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ തീയിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് തീയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മഹാനാണ്. താബിഈങ്ങളുടെ നേതാക്കന്മാരിൽ അറിയപ്പെടുന്ന മിൻ സാദാത്തി താബിഈൻ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അവരെ ഹബീബിനെ കാണാൻ പിന്നെ നേരെ മദീന, തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷെ അദ്ദേഹം യമനിലാണ്. യമനിൽ നിന്ന് മദീനയിലേക്കാണ് രക്ഷപ്പെട്ടു വന്നത്. തീയിന്ന് രക്ഷപ്പെട്ടു. ആൾക്കാരൊക്കെ അന്തം വിട്ടുപോയി. തീയിന്ന് കൂളായിട്ട് എഴുന്നേറ്റ് പോന്നു. നേരെ മദീനത്തേക്കാണ് വരുന്നത്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു റഹല ഇലൽ മദീന ലിയറാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ ദഖലൽ മദീന ഇദാ സ്വഹാബതു ഖദ് ഫറഹു മിൻ ദഫ്നിഹി അലൈഹി സ്വലാത്തു വസ്സലാം. മദീനയിലേക്ക് മഹാനെത്തുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ജനാസ മറവ് ചെയ്ത് സ്വഹാബിമാർ ജനാസ മറവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് മഹാനവറുകൾ മദീനത്തെ എത്തുന്നത്. വലിയ സങ്കടമായി പോയി, ഹബീബിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ നേരെ മദീന പള്ളിയുടെ ഒരു തൂണിലേക്ക് മുഖമാക്കി ഖിബലയിലേക്ക് നിന്നിട്ട് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. വലിയ ആ തീയിന്ന് രക്ഷപ്പെട്ടു വന്ന വരവാണിത്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആരോ പറഞ്ഞു, ഇതാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി. സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആൾക്കാർ, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി. ഉമർ തങ്ങളെ വിളിച്ചു, സിദ്ദീഖ് തങ്ങള്. അങ്ങനെ മഹാനവറുകൾ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടാൻ കാത്തിരുന്നു അരികത്ത്. ഒന്ന് ഖലീഫത്തു റസൂലില്ല, മറ്റൊന്ന് ഹബീബിന്റെ ഖലീഫയുടെ സ്വാഹിബായ ഹബീബായ തങ്ങളുടെയും സ്വാഹിബായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിസ്കാരം കഴിഞ്ഞപ്പോ നിങ്ങളാണോ അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹും മഹാനവറുകളെ സ്വീകരിച്ചുകൊണ്ട് ഉമർ എന്നവർ പറഞ്ഞ വാക്കാണ് അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫഅല ബി ഇബ്രാഹീം അലൈഹിസ്സലാം ഫനുജ്ജിയ മിനന്നാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നടന്നതുപോലെ തീയിലേക്ക് എറിയപ്പെടുന്ന ഒരു അനുഭവം ഈ ഉമ്മത്തിൽ അല്ലാഹു ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ റബ്ബേ, നിനക്ക് ഒരുപാട് സ്തുതി റബ്ബേ. അങ്ങനെ തീയിന്ന് രക്ഷപ്പെട്ട ആളാണല്ലോ ഇദ്ദേഹമെന്ന് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽ വന്ന മഹാൻ, ആ മഹാനവറുകൾ ഉമർ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, എത്ര വലിയ സൗഭാഗ്യമാണത്, എത്ര വലിയ അള്ളാഹിന്റെ വലിയാണവര്, എത്ര വലിയ കറാമത്താണത്. തീയിന്ന് രക്ഷപ്പെട്ടു വന്നു. വളരെ മുത്തവാത്തിറായ സംഭവമാണ്.
ഹബീബിനെ കാണാൻ വേണ്ടി മദീനത്തേക്ക് വന്നതാണ്. ആ യാത്രയിലാണ് മഹാനവറുകൾക്ക് പുണ്യനബിയെ കാണാൻ കഴിയാതെ പോയത്. വന്നപ്പോഴേക്കും ഹബീബ് വഫാത്തായിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ കാണാൻ വന്ന മറ്റൊരു കവിയുണ്ട്, അബൂ ദുഐബുൽ ഹുദലി എന്ന് പറയുന്ന കവി. മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ ഇസ്വാബയിൽ ഇവരുടെ സംഭവം പറയുന്നുണ്ട്. ഖദിമത്തുൽ മദീന, ഞാൻ മദീനയിലേക്ക് വന്നപ്പോൾ വലി അഹ്ലിഹാ ദജീജും ബിൽ ബുകാ, മദീന മുഴുവനും നൊമ്പരപ്പെട്ട് തേങ്ങി തേങ്ങി കരയുകയാണ്. കദജീജിൽ ഹജീജ് ഇദാ അഹല്ലു ജമീഅൻ ബിൽ ഇഹ്റാം, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് തക്ബീറിൻ തൽബിയത്ത് ചൊല്ലിയാൽ എങ്ങനെ ശബ്ദമുണ്ടോ അതുപോലെ മദീനയിൽ കൂട്ടക്കരച്ചിലിന്റെ ശബ്ദം ഞാൻ മദീനയിൽ വന്നപ്പോൾ കേട്ടു. ഞാൻ ചോദിച്ചു, മൽ അംർ, എന്താണ് കാര്യം? അബൂ ദുഐബുൽ ഹുദലി പുണ്യനബിയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് മദീനയിൽ കരച്ചില്. ചോദിച്ചു, എന്തേ വിഷയം? ഫഖാലു, അവർ പറഞ്ഞു, ഖുബിള റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു, അതിന്റെ സങ്കടമാണ് മദീനയെ കാണുന്നത് എന്ന് അബൂ ദുഐബുൽ ഹുദലിയോട്. ഈ മനുഷ്യനാണെങ്കിലോ തൻ്റെ 5 ആൺമക്കളിൽ 5 പേർക്കും പ്ലാഗ് രോഗം വന്ന് 5 മക്കളും ആ വർഷം മരിച്ചുപോയിട്ടുണ്ട്. 5 ആൺമക്കള്, അവർക്കൊന്ന് വലുതായി പാപ്പാക്കൊന്ന് ഇരിക്കാമെന്ന് വിശ്രമിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് 5 മക്കള്, 20ഉം 25ഉം വയസ്സുള്ള മക്കള് 5 പേർ ഒരുമിച്ച് ഒരേ വർഷം വഫാത്താകുന്നത്. അവരെല്ലാം നല്ല കഴിവും ആരോഗ്യവുമുള്ള മക്കളായിരുന്നു. അതിനെ സംബന്ധിച്ച് ഇദ്ദേഹം പാട്ടുപാടിയിട്ടുണ്ട്. അമിനൽ മനൂനി വറൈബിഹാ തതവജ്ജഉ വദ്ദഹ്റു ലൈസ ബിമഅ്തബിൻ മൻ യജ്സഉ وتجلدي للشامتين أريهم أني لريب الدهر لا تضعضع وإذا المنية أنشبت أظفارها ألفيت كل تميمة لا تنفع والنفس راغبة إذا رغبتها وإذا ترد إلى قليل تقنعيه من المنون وريبها تتوجع. 5 മക്കൾ ഒരുമിച്ച് മരണപ്പെട്ട ഈ വാപ്പ 5 മക്കളുടെ ആ ദുരന്തം ഓർത്തുകൊണ്ട് പറയുകയാണ്, മരണവും മരണത്തിന്റെ വിപത്തും ഓർത്തുകൊണ്ട് ശരീരമേ, എൻ്റെ മനസ്സേ, നീ വേദനിക്കുകയാണോ? എന്ത് വേദന ഉണ്ടാവൂലേ? നമുക്ക് ഒരു മോൻ മരിച്ചാൽ, അതും +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിയാനായി, ഡിഗ്രി കഴിഞ്ഞു, ജോലി കയറി, അല്ലെങ്കിൽ കയറാൻ പോകുന്നു, കയറി 2 കൊല്ലം ആയിട്ടുള്ളൂ, കല്യാണം കഴിച്ചിട്ടുള്ളൂ, അങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ എന്തൊരു വേദന ആയിരിക്കും. അല്ലെങ്കിലും വേദനയാണ്. വാപ്പ ക്ഷീണിച്ചിട്ടുണ്ട്, കഷ്ടപ്പെടുത്തി ഇങ്ങനെയൊക്കെ വളർത്തിയില്ലേ, ഇനി മക്കളൊക്കെ ഒന്നായിട്ട് അവരായിട്ട് വീടും ചെലവൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് വിശ്രമിക്കാലോ എന്ന് വിചാരിക്കുന്ന നേരത്ത് ആ മക്കളെ നഷ്ടപ്പെടുന്നൊരു വേദന നമ്മൾ ആലോചിക്കണം. നമ്മളെപ്പോഴും പറയാറുണ്ട്, തവക്കുൽ അള്ളാഹിൻ്റെ മേലെ ചെയ്യാൻ പാടുള്ളൂ, മക്കളെ മേലെ തവക്കുലാക്കരുത്. എൻ്റെ മോൻ എനിക്ക് റിസ്ക് തരും, എൻ്റെ മോൻ അധ്വാനിച്ച് എൻ്റെ കുടുംബം പോറ്റും എന്ന് വിചാരിച്ചോ, അവിടെ അള്ളാഹു പരീക്ഷണം തരും ആ മകനിലൂടെ. കച്ചവടം തുടങ്ങി, എൻ്റെ കച്ചവടത്തിൽ നിന്ന് എനിക്ക് ലാഭം കിട്ടും, ഈ കച്ചവടം കൊണ്ട് ഞാൻ രക്ഷപ്പെടും. തവക്കുൽ അങ്ങോട്ട് കൊടുത്താൽ, തവക്കുൽ അള്ളാഹിൻ്റെ മേൽ, അള്ളാഹുവേ നീ തരുന്ന റിസ്ഖാണ്, ഇവിടെ നിനക്ക് ബർക്കത്ത് തരാം, ഇതിലല്ലാതെ വേറെ നിനക്ക് തരാൻ പറ്റും. തവക്കുൽ അള്ളാഹിൻ്റെ മേൽ കൊടുത്തില്ല, ഏതെങ്കിലും നമ്മുടെ ജോലിയിലോ നമ്മുടെ കച്ചവടത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ, ചിലങ്ങനെ നല്ല ആരോഗ്യമുള്ള സമയമല്ലേ, ഞാൻ അത്യാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കും. ആരോഗ്യത്തിൻ്റെ മേൽ തവക്കുലാക്കണ്ട, ബാങ്കിൻ്റെ മേൽ തവക്കുലാക്കണ്ട, കെട്ടിടത്തിൻ്റെ മേൽ തവക്കുലാക്കണ്ട. അതിനൊക്കെ അപകടം വരുത്താൻ അള്ളാഹുവിന് എളുപ്പമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല. എവിടുന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് പരീക്ഷണം വരും, പേടിക്കണമെന്നാണ്. അബൂ ദുഐബുൽ ഹുദലി ഈ സങ്കടം മനുഷ്യർക്ക് മുഴുവൻ, അദ്ദേഹം കവിയാണ്. അന്നത്തെ കവികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഫേസ്ബുക്കും വാട്സപ്പും ആണ് അന്നത്തെ കവികൾ. ഓല് പറഞ്ഞ ലോകം മൊത്തം അറിയും. ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്താൽ കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് കാണാൻ അവസരമുണ്ട് അതിൽ, അല്ലേ?
എന്ന പോലെ കവികളെന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടിലൊക്കെ പാട്ടാവും. എന്നാൽ കവികളെല്ലാവർക്കും പേടിയാണ്. നല്ലത് പറഞ്ഞാൽ നല്ലതാണ്, ഉലങ്ങാനും മോശപ്പെടുത്തി പറഞ്ഞോ പിന്നെ വലിയ ബുദ്ധിമുട്ടാണത്. അപ്പോൾ അബൂ ദുഐബുൽ ഹുദലി 5 മക്കൾ മരിച്ച സങ്കടം പറഞ്ഞിട്ട് നഫ്സിനോട് പറയാണ്, ശരീരമേ, മരണവും മരണത്തിന്റെ കാട്ടിക്കൂട്ടലും ഓർത്തുകൊണ്ട് നീ കരയാണോ, വിഷമിക്കുകയാണോ? അമിനൽ മനൂനി വറൈബിഹാ തതവജ്ജഉ വദ്ദഹ്റു ലൈസ ബിമുഅ്തിബിൻ മൻ യജ്സഉ. സങ്കടപ്പെട്ടതുകൊണ്ട് കാലം നമ്മളോട് കരുണ ചെയ്യില്ല. ദുഃഖഭാരം കൊണ്ട് നമ്മൾ സങ്കടപ്പെട്ട് ഇരുന്നാലൊന്നും കാലം നമ്മളോട് ഒരു ദയാവായ്പും കാണിക്കുകയില്ല. കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത് അല്ലാഹുവിൻ്റെ ഖദറിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണിത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കണം എന്നില്ല. നടന്നിട്ടേ അൽഹംദുലില്ലാഹ്. وتجلدي للشامتين أريهم أني لريب الدهر لا أتضعضع. എനിക്കൊരു പ്രയാസം വരുമ്പോൾ അത് കണ്ടു ചിരിക്കാൻ ഒരുപാട് ആളുകൾ കാത്തു നിൽപ്പുണ്ടാകും. ഇന്നത്തെ കാലം അങ്ങനെയാണ്. പണ്ട് കാലം എല്ലാവരും നമ്മളെ കുഴപ്പമില്ലത്, അത് നാട്ടിലെ മനുഷ്യന്മാരെ കുഴപ്പം. ആർക്കെങ്കിലും ഒരു പ്രയാസം വരും എന്ന് കാണുമ്പോൾ അതിൽ സന്തോഷിക്കുക. സുഖം തന്നെ അല്ലേന്ന് വെച്ചാൽ ഇപ്പോൾ സുഖമൊന്നുമില്ല എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ? നമ്മൾ പറയാം എല്ലാ റാഹത്ത, ഒരു കുഴപ്പമില്ല, ഇതല്ലല്ലോ ഇപ്പം എനിക്ക് കേൾക്കേണ്ടത്. അപ്പോൾ ചോദിച്ചത് വല്ല കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ റാഹത്താന്ന് പറയുമ്പോൾ പിന്നെ വലിയ ആവേശമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ എത്ര മനുഷ്യന്മാരുണ്ട്. കുട്ടീൻ്റെ കല്യാണം എന്തായി? അതിപ്പോൾ ഒന്നും ശരിയായിട്ടില്ല, അങ്ങനെ വന്ന് ഓരോ മുടക്കം പറഞ്ഞു പോവുക ഉള്ളിൽ. തന്നെ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്. അപ്പോൾ മൂപ്പര് പറയാണ്, ശരീരമേ, നിനക്കൊരു ദുരന്തം വന്നാൽ അതിൽ സന്തോഷിക്കാൻ കാത്തിരിക്കുന്ന എന്ന് പറയും. നബി ഞങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ ഞങ്ങൾക്കൊരു അപകടം പറ്റി ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്ന അവസ്ഥ വരുത്തരുതേ റബ്ബേ. എനിക്കൊരു ദുരന്തം വന്ന് എൻ്റെ 5 മക്കളും മരിച്ചുപോയതിൽ സന്തോഷം കൊള്ളാൻ കാത്തിരിക്കുന്നവരോട് ശരീരമേ നീയൊന്ന് ധീരമായി പറയണം, അന്നീ ലിറൈബിദ്ദഹരി ലാ അതളഉ. കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ കിടന്ന് പടയുന്നവനല്ല അബൂ ദുഐബുൽ ഹുദലി എന്ന്. എനിക്കതൊന്നും വിഷയം. 5 മക്കൾ പോയില്ലേ, എൻ്റെ തടി ബാക്കിയുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, എനിക്കതൊന്നും വിഷയമല്ല. എന്നിട്ട് പറഞ്ഞൊരു വാക്കാണ്, അത് നമ്മളെപ്പോഴും ഓർക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഓർമ്മയുള്ളൊരു വരി, വഇദൽ മനീയതു അൻശബത് അദ്ഫാറഹാ അൽഫൈത കുല്ല തമീമത്തിൻ ലാ തൻഫഉ. മരണത്തിൻ്റെ കൂർത്ത നഖങ്ങളെങ്ങാനും ഒരാളെ പിടിച്ചു മുറുക്കിയാൽ ഒരു ഏലസ് കൊണ്ടും ഒരു മന്ത്രി ചൂതി കൊടുത്താലും മരണത്തെ തട്ടിമാറ്റാൻ കഴിയില്ല. മരണത്തിന് മന്ത്രിച്ചു കൊടുത്തൊരു കാര്യമില്ല. അത് അല്ലാഹുവിൻ്റെ ഖളാ അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. അജലാണത്. രോഗത്തിന് അല്ലാഹു ദുആ കൊണ്ട് ശിഫ തരും. അൽഫൈത കുല്ല തമീമത്തിൻ ലാ തൻഫഉ. മനിയത്ത് എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്. وإذا المنية أنشبت أظفارها ألفيت كل تميمة لا تنفع. ഏലസ് എന്നാണ് തമീമത്തിന് ഏലസ് എന്ന് പറയുന്നത്. ഏലസിലെ ഖുർആൻ ഓതിയിട്ട് ദിക്റുകളും തഹസ്സുനിൻ്റെ വാക്കുകളൊക്കെ എഴുതിയിട്ട് കിട്ടുന്നത്. ഏലസ് കെട്ടിൽ നിബിതങ്ങൾ നിരോധിച്ചു എന്ന് പറയുന്ന ഹദീസൊക്കെ ഷിർക്കുമായി ബന്ധമുള്ള ഏലസുകൾ എന്നാണെന്ന് ആ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ അങ്ങനെ പറയാം അത് ഹറാമാണ്, അത് അങ്ങനെയാണ്, ഷിർക്കാണെന്ന് പറഞ്ഞിട്ട്. മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളുടെ ഒരു റിവായത്ത് തന്നെ ഉണ്ട്, ലാ ബഅസ ബിഹി, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു വിരോധമില്ല. ശർഈയായ അദ്കാറുകൾ ഒരു മനുഷ്യൻ്റെ ദേഹത്ത് തഹസ്സുൻ, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള സബബായിട്ട് ഒരു മുഅ്മിൻ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനത് ചെയ്യുന്നുള്ള ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്നവർ അപ്പം പറ്റും മറ്റേ ഹദീദിനെ കൊണ്ടുള്ള തമീമത്ത് കെട്ടിയാൽ ആ തമീമത്ത് ചെയ്യുന്നവർ ഷിർക്കാ ചെയ്യുന്നത്. ഇത്
ജാഹിലിയ കാലത്ത് ചെയ്തിരുന്ന ഒരു പണി ഉണ്ടായിരുന്നു. അവർക്കൊരു ആലസ് ഉണ്ടായിരുന്നു, അവരുടെ മന്ത്രങ്ങളും അവരുടെ ദൈവങ്ങളുടെ പേരുകൾ എഴുതിയിട്ട്. ആ പരിപാടിയെയാണ് തങ്ങൾ എതിർത്തതെന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതെന്നും മഹാന്മാർ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വസ്വാസം ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി പറഞ്ഞുതരാണ്. والنفس راغبة إذا رغبتها وإذا ترد إلى قليل تقنعي. നമ്മുടെ ശരീരം ഇതൊരു സ്പോഞ്ചാണ്. ആ ശരീരത്തിന് നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൊടുത്താൽ ആ ശരീരം പ്രതീക്ഷയിൽ മുന്നോട്ട് വരും. ആ ശരീരത്തിന് കുറച്ചു മതി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം എന്ന് ശരീരത്തെ നമ്മൾ നിർബന്ധിച്ചാൽ ശരീരം അതിന് വഴങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹുവേ, നീ എന്തെല്ലാം കൊണ്ടുപോയാലും ഒരുപാട് ബാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ച് സ്വന്തം ശരീരത്തെ സമാധാനിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് ഈ വരികളിലൂടെ അബൂ ദുഐബുൽ ഹുദലി എന്നവർ സ്വഹാബിയാവാൻ വന്നതാണ്. ഭയങ്കര സങ്കടത്തിൽ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ഇത്. പുന്നാര നബിയെ ഒന്ന് കാണണം. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും ഹബീബിൻ്റെ കൂടെ മുഅ്മിനായി ആ സദസ്സിലിരുന്നാൽ ഹബീബിനെ കാണാൻ പറ്റാത്ത, കണ്ണ് കാണാത്ത സ്വഹാബിമാരുണ്ട്. കാണാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല, ഹബീബിൻ്റെ മജ്ലിസിലിരിക്കണം. അങ്ങനെ ഇരുന്നാൽ കിട്ടുന്ന പദവിയാണ് മൻസിലത്തു സ്വഹാബ, സ്വഹാബികളുടെ സ്ഥാനം എന്ന് പറയുന്നത്. അത് ലഭിക്കാതെ പോയ സങ്കടത്തിലാണ് മഹാനായ അബൂ ദുഐബുൽ ഹുദലി എന്നവരും അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളും. അങ്ങനെ നഷ്ടപ്പെട്ടതിലെ സങ്കടം നഷ്ടപ്പെട്ടതിനെ സങ്കടപ്പെടുക എന്ന് പറഞ്ഞവന് സങ്കടപ്പെട്ടിരിക്കല്ല, നമ്മളത് വീണ്ടെടുക്കാനുള്ള പണി ചെയ്യണം. ഇമാം സംആനി റഹ്മഹുല്ലാ ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ, മഹാനായ ഇബ്നു ഖലഫ് തങ്ങളുടെ അടുത്തേക്ക് പോയ കഥ പറയുന്നുണ്ട്. ഇബ്നു ഖലഫ് മിൻ മശാഹീരിൽ മുഹദ്ദിസീൻ, അഹ്മദ് ഇബ്നു ഖലഫ് എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതൻ ഹദീസ് പഠിക്കാൻ വേണ്ടി ചെന്നതാ. ഇബ്നു ഖലഫ് തങ്ങളുടെ അടുത്ത് ചെന്നപ്പോ ദഖൽതു നൈസാബൂർ, നൈസാബൂരിലേക്ക് ഞാനെത്തി, ഇറാനിന്റെ മേൽഭാഗം. وأنا أعدو إلى بيت أحمد بن خلف, അഹ്മദ് ബിൻ ഖലഫ് എന്ന് പറയുന്ന ഹദീസിന്റെ മഹാശൈഖ്, അയാളുടെ വീട്ടിലേക്കാണ് ഞാൻ ഓടിച്ചെല്ലുന്നത്. വഴിയിൽ ചെന്നപ്പോൾ ഒരു ശിഷ്യനെ കണ്ടു. ശിഷ്യനോട് ഞാൻ പറഞ്ഞു, ഉസ്താദ് എവിടെ? ഫഅതബനി, ശിഷ്യൻ പറഞ്ഞു, ഇപ്പോഴാണ് നമുക്ക് വരാൻ തോന്നിയത്? ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? എന്നെ കുറെ ചീത്ത പറഞ്ഞു. ഇത് പറഞ്ഞു, തആൽ ഉത്ഇമുക അവല, ഞാൻ ഭക്ഷണം തരാം, അങ്ങോട്ട് വരി, ആദ്യം ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് ഉസ്താദിനെ കാണാം. അത് ഞാൻ പറഞ്ഞാൽ ഇപ്പോഴാണോ വരുന്നത് എന്നോട് ചീത്ത പറഞ്ഞു. എനിക്ക് ഭക്ഷണം തന്നു. അങ്ങനെ ഫഖദ്ദമ തുആമൻ വഅകൽനാ, ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് അഹ്മദ് ബിൻ ഖലഫ് തങ്ങളുടെ മസ്മൂആത്തുകൾ, ഹദീസിന്റെ റിവായത്തുകൾ എനിക്ക് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, മാത്, ഞങ്ങളുടെ ഷെയ്ഖ് മരണപ്പെട്ടു പോയി. വദഫന്നാ, ആ ഷെയ്ഖിനെ ഞങ്ങൾ മറവ് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഫഖാദത്ത് മറാറത്തി തൻഷഖു ലിഫൗഖി ഷെയ്ഖ്, മഹാനവറുകളെ കാണാത്തതിലെ സങ്കടം കൊണ്ട് എൻ്റെ സങ്കടത്തിൻ്റെ കയ്പുനീർ എന്നെ തന്നെ പിളർത്തുമാറായി എന്ന് മഹാനായൊരു ഹദീസ് പണ്ഡിതൻ പറഞ്ഞ കഥ ഇമാം സംആനി തങ്ങൾ ഉദ്ധരിക്കുന്നു. ഖതീബുൽ ബഗ്ദാദി, ലോകപ്രസിദ്ധനായ പണ്ഡിതൻ, അവരുടെ കിതാബുണ്ട്, കിതാബുർ റിഹ്ല. റിഹ്ലയിൽ ഒരുപാട് ഹദീസ് പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ മഹാനായ ഖതീബുൽ ബഗ്ദാദി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ അബ്ദുല്ലാഹി ഇബ്നു ദാവൂദുൽ ഖറൈബി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ബസ്റയിലേക്ക് പോയ കഥ പറയുന്നുണ്ട്. ഞാൻ ബസ്റയിലേക്ക് പോയത് ഇറാഖിൽ, ഷാമിൽ നിന്ന് ഇറാഖിലേക്ക് യാത്ര പോയത് മഹാനായ ഇബ്നു ഔൻ തങ്ങളെ കാണാനാണ്. അങ്ങനെ ഇറാഖിലേക്ക് ദിജലയിൽ നിന്ന് പാലം കയറണം, ദിജല പാലം കടന്ന് മുറിച്ചു കടക്കണം. ദിജല ബനൂദാറ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ്, അന്നത്തെ ഒരു ഖൻത്വറ, ആ പാലം കഴിഞ്ഞ് ഞാൻ ഇബ്നു ഔൻ തങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നപ്പോൾ ഫദഖലനി മല്ലാഹു ബിഹി അലം, ഞാൻ അറിയുന്നത് തലഖാനി നഅയു ഇബ്നു ഔൻ, ഇബ്നു ഔൻ എന്നവർ വഫാത്തായി എന്ന സങ്കടത്തിന്റെ വിവരമാണ് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്കുണ്ടായ വേദന വല്ലാത്ത വേദനയാണ്. ഒരു പണ്ഡിതനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, അതൊരു വേദനയാണ്. നമ്മൾ മുഅ്മിന് സങ്കടപ്പെടേണ്ടത് ഇതിനല്ല, മുഅ്മിനീങ്ങൾ സങ്കടപ്പെടേണ്ടത് അവരെ കൈപിടിച്ച് അല്ലാഹുലേക്ക് നയിക്കാൻ കഴിയുന്ന മഹാപണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ, അവരെ കാണാൻ പറ്റിയില്ലല്ലോ, അവരുടെ ദർസിൽ ഇരിക്കാൻ പറ്റിയില്ലല്ലോ, അവരുടെ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലല്ലോ. ഇതിനാണ് അവരെ കാണാൻ പറ്റില്ലല്ലോ, ഇതിന് സങ്കടപ്പെടണമെന്നാണ്. യാ അല്ലാഹ്,
ഇമാം അഅ്മശ് എന്നവരുടെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ അബാ മുഹമ്മദ്, അബൂ മുഹമ്മദ് എന്നവരെ, അഅ്മശ് എന്നവരെ ഹദീസ് പണ്ഡിതനാണ്. ഇക്തറൈതു ഹിമാറൻ ബിനിസ്ഫി ദിർഹമിൻ. അപ്പോൾ അഅ്മശ് എന്നവരുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇയാൾ വരുന്നത്. ഇപ്പോൾ പറയാണ്, അഅ്മശ് എന്നവരെ, നിസ്ഫ് ദീനാർ, നിസ്ഫ് ദിർഹം, ഒരു വെള്ളി നാണയത്തിൻ്റെ പകുതി, അരനാണയം വാടകക്കെടുത്തിട്ടാണ് ഞാൻ ഈ കഴുതപ്പുറത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നത്. ഹദീസ് ഒന്ന് പറഞ്ഞു തരുമോ? എന്നിട്ട് ആലിമ്യങ്ങളൊക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കും. ഇത് വിലയുള്ള സാധനമാണ്, ഇതങ്ങനെ വാരിക്കോരി കൊടുക്കാൻ പറ്റൂല. അഅ്മശ് എന്നവർ പറഞ്ഞു, അര ദിർഹമിന് വന്നതല്ലേ, നീ തിരിച്ചൊരു അര ദിർഹം എടുത്ത് വേറെ കഴുതെടുത്ത് പോയിക്കോ, ദർസ് കഴിഞ്ഞിക്കണ് എന്ന് പറഞ്ഞു. സമയത്ത് എന്താ എത്താതിരുന്നത് എന്ന്. അത് എത്താൻ പറ്റുന്ന ഒരാൾ സമയത്തെത്താത്തതിന് മഹാൻ കൊടുത്ത ശിക്ഷയായിരുന്നു എന്നാണ്. അല്ലാമ ഇബ്നു ഉയൈന മഹാനവറുകളെ കാണാൻ വേണ്ടി ഒരാൾ വന്നു. അപ്പോഴേക്കും ഷെയ്ഖ് എന്നവര് ഹദീസിന്റെ മത്തിനെത്തിയിട്ടുണ്ട്, സനദൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിന്റെ സനദ് ഒരു വലിയ പഠനമാണ്. അപ്പം നമ്മൾ ഹദീസ് പഠിക്കുമ്പോൾ അധികം മത്തിനാണ് ശർഹ് ചെയ്യുക. ശരിക്കും ഹദീസിൻ്റെ സനദുകൾ, സനദിലെ ഓരോ റാവിയെ സംബന്ധിച്ചും താബിഈനെ കുറിച്ചും അവരുടെ തർജുമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി, അവരുടെ ജീവചരിത്രം, ഇത് വലിയൊരു ഇൽമാണ്. ആ ഇൽമ് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോകുന്നുണ്ടാവും. ഹദീസ് പഠിക്കുക എന്ന് പറയുന്നത് മത്തിന് മാത്രമല്ല, മത്തിനാണ് ഹദീസ്, ശരിയാണ്. പക്ഷെ ആ ഹദീസ് നമ്മിലേക്ക് വന്ന വഴി എന്ന സനദ് വലിയ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ സനദിനെ സംബന്ധിച്ചൊക്കെയാണ് ഹദീസ് പണ്ഡിതന്മാർ വലിയ ചർച്ച ചെയ്യുക. അപ്പോൾ നമ്മുടെ നാടുകളിലും പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രധാന ചർച്ച സനദിൽ വന്ന റാവിമാരുടെ വിഷയമാണ്. അത് വലിയൊരു ഇൽമാണ്. അപ്പോൾ ഇബ്നു ഉയൈന തങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ആൾ വന്നപ്പോഴേക്കും സനദിൻ്റെ ചർച്ച കഴിഞ്ഞിട്ടുണ്ട്, മത്തിനില്ല നിൽക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ആ മത്തിന് ഞാൻ കേട്ടു ഷെയ്ഖ് അവറുകളെ, ഇബ്നു ഉയൈന തങ്ങളെ, എനിക്ക് ആ സനദൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബലഗത്ക ഹിക്മതുഹു വലസിമതക ഹുജ്ജതുഹു. ഹദീസ് ഞാൻ പറഞ്ഞെന്നല്ലോ, ആ ഹദീസിൻ്റെ മത്തിന് നീ മനസ്സിലാക്ക്, അതനുസരിച്ച് അമൽ ചെയ്യ്. ഇനി സനദ് മാറ്റി പറഞ്ഞ് നിനക്ക് വേണ്ടി ദർശെടുക്കാൻ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് ഇബ്നു ഉയൈന തങ്ങളെ ഒരാളെ ശാസിച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ? ഇൽമിൻ്റെ സദസ്സിനൊക്കെ ഒരു നിലവിലയുണ്ട്. അത് എപ്പോഴെങ്കിലും കയറി വന്ന് എപ്പോഴും കിട്ടും. അങ്ങനെ പഴംപൊരുണ്ടാക്കി വെച്ച പോലെ കൊടുക്കുന്ന സാധനമല്ല. ദർസിനൊരു സമയമുണ്ട്, അതിനൊരു ടൈം ടേബിളുണ്ട്. അവിടെ ടൈമിനെത്തിയാലേ കിട്ടുള്ളൂ എന്ന് ഹദീസ് പണ്ഡിതന്മാർക്ക് ഹദീസിൻ്റെ ഒരു ഇസ്സത്ത് കാക്കാൻ വേണ്ടി ചെയ്തത്. അതൊക്കെ അവർ ഇൽമു കൊടുക്കാതെ അവർ അതിൽ ഇൽമിൻ്റെ ഹെർമാൻ ചെയ്തു എന്ന് പറയരുത്, അതല്ല അതിൻ്റെ ഉദ്ദേശം. അവർക്കറിയാം ആരെയാണ് അവർ തഅദീബ് ചെയ്യുന്നത് എന്ന്. അലി ഇബ്നുൽ മദീനി ബസറക്കാരനാണ്, ഇറാഖുകാരാണ്. മഹാനായ അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർസ് കേൾക്കാൻ വേണ്ടി, ദർസ് പിറ്റേന്ന് ഉച്ചക്കായിരിക്കും, ആ ദർസ് കേൾക്കാൻ വേണ്ടി ബസ്രയുടെ പള്ളിയിൽ തലേന്ന് അസ്ർക്ക് വന്നിട്ട് ക്യാമ്പ് ചെയ്തിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ. അലി ഇബ്നുൽ മദീനി തങ്ങളുടെ ദർസ് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ അവരുടെ മസ്ജിദിലെത്തും അസ്ർ നിസ്കാരത്തിന്. എപ്പോഴാണ് ക്ലാസ് എന്നറിയോ? പിറ്റേന്നാണ്. പക്ഷെ പിറ്റേന്ന് വന്നാൽ ഷെയ്ഖ് കേൾക്കാൻ മാത്രം ഷെയ്ഖിൻ്റെ അടുത്ത് നിൽക്കാൻ സീറ്റ് കിട്ടൂല. അപ്പം തലേന്ന് അസ്റിന് തന്നെ വന്നിരിക്കും. അങ്ങനത്തെ പണ്ഡിത ലോകം. അത് കിട്ടാതെ പോകുമോ എന്ന സങ്കടത്തിന് തലേന്ന് വന്ന് ബുക്ക് ചെയ്യാൻ. യാ അല്ലാഹ്, നമ്മൾ ഡോക്ടർമാരപ്പോൾ ബുക്ക് ചെയ്യും. അപ്പോയിൻമെൻറ്റ് കിട്ടാത്തവരാണെങ്കിൽ നേരത്തെ പോയിട്ട് അവിടെ ക്യൂ നിൽക്കും അല്ലേ? ഇൽമിന് വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കാറുണ്ടോ? നമ്മൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് യാത്ര പോയിട്ടുണ്ട്. മദീനത്ത് നിന്ന് ഈജിപ്തിക്ക് പോകുന്നുണ്ട്. എത്ര ദൂരം പോകണം യാ റബ്ബേ? കപ്പൽ കിട്ടിയപ്പോൾ കുറച്ച് ഷോർട്ടാവും, എന്നാലും അത്യാവശ്യമുണ്ട്. ജോർഡാനിൻ്റെ ബോർഡർ എത്തണ്ടേ, അഖബ കഴിയണ്ടേ ഈജിപ്തിലേക്ക് കടക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ ഫലസ്തീൻ വഴി സീനാ മരുഭൂമി വഴി കരയിലൂടെ പോകണം. ഒറ്റ ഹദീസ് കേൾക്കാൻ. ആ സ്വഹാബി അന്ന് ജീവിച്ചിരിക്കുന്നത് ഈജിപ്തിലാണ്, കെയ്റോവിലാണ്. മൂപ്പരെ കാണാൻ വേണ്ടി ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി യാത്ര പോയിട്ടുണ്ട് സ്വഹാബിമാർ. ഒറ്റ ഹദീസ്. നമ്മളിപ്പോൾ ഒരു ഇരുത്തത്തിൽ എത്ര ഹദീസ് കേൾക്കുന്നു? നമുക്ക് അതിൻ്റെ വല്ല നിലയും വിലയും തോന്നുന്നുണ്ടാവും. ഇതിനൊക്കെ വലിയ വിലയുണ്ട്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. അതുകൊണ്ട് നഷ്ടമാകുന്നത് തിരിച്ചെടുക്കാനുള്ളതാണ്. ജീവിതം വളരെ ചുരുങ്ങിയതാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൊണ്ട് ഈ ജീവിതത്തെ സജീവമാക്കണമെന്ന് സ്വഹാബിമാർ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് പുണ്യ നബിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്തെല്ലാം അയ്യുൽ അമാലി അഫ്ളലു, നബിയേ ശ്രേഷ്ഠമായ ഒരുപാട് അമലുണ്ട്, എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് നബിയേ? എന്തിനാ സ്വഹാബിമാർ അങ്ങനെ ചോദിക്കാൻ കാരണം? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് അല്ലേ? നല്ലത്, ഏറ്റവും കുറച്ചുകൂടെ നല്ലത്, ഏറ്റവും നല്ലത്. അതാണ് ഇപ്പോൾ ബെസ്റ്റ് നമ്മൾ പറയുന്നത്. ഏറ്റവും നല്ലത് ഏതാ നബിയെ? എന്താ ചോദിക്കാൻ കാരണം എന്നറിയോ? ആ അമല്
അതങ്ങ് ധാരാളം ചെയ്യാലോ, ജീവിതം കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ അല്ലാമത്തുൻ മിൻ ഉലമാഇ സ്വഹാബ, ശരീരം കൊണ്ട് വളരെ മെലിഞ്ഞവരായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവർ, ഒരു മനുഷ്യൻ ഇരിക്കുന്ന ഹൈറ്റുള്ളൂ ഇബ്നു മസ്ഊദ് എന്നവർ നിന്നാലെന്നാ. നിങ്ങൾ ചെയറിലിരിക്കണില്ലേ, ഇബ്നു മസ്ഊദ് എന്നവർ നിർത്തിയാൽ നിങ്ങളുടെ തലയോളമേ ഉണ്ടാവുള്ളൂ, മൂപ്പര് നിന്നാൽ. അതുമാത്രമല്ല, ഒരു 35 കിലോയൊക്കെ ഭാരം മഹാനവർക്ക്, അത്രയും മെലിഞ്ഞ ആളായിരുന്നു എന്നാണ്. അന്നൊരു മരത്തിൻ്റെ മുകളിൽ അറാക്കുണ്ടല്ലോ, ഈ പല്ലേക്കുന്ന സാധനം, ആ ഒരു വടി മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്മ കയറിയപ്പോൾ കാറ്റടിച്ചപ്പോൾ മരം കണ്ട് പോയപ്പോൾ മൂപ്പരൊപ്പം അങ്ങനെ പോകുന്നു, ഇങ്ങനെ ആടിക്കളിക്കുക. കാരണം തീരെ വെയിറ്റില്ല. ഇത് കണ്ടപ്പോൾ സ്വഹാബിമാർ ചിരിച്ചു. അപ്പം നബി ഞങ്ങൾ ഇടപെട്ടു. മൂപ്പർക്ക് വെയിറ്റില്ല എന്ന് കണ്ടിട്ട് ചിരിക്കുകയാണല്ലേ. നാളെ മീസാനിൽ വെച്ചാൽ ഉഹദ് മലയേക്കാൾ ഭാരമുള്ള ആളാണ് ഈ കനം കുറഞ്ഞ മനുഷ്യൻ എന്ന് മഹാനായ ഇബ്നു ഉമ്മി അബ്ദ് എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെക്കുറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതഅജബൂന മിൻ ഖിഫത്തി സാഖൈഹി, ഇബ്നു മസ്ഊദ് തങ്ങളുടെ കാലിൻ്റെ വണ്ണം കുറഞ്ഞത് കണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ? ഫവല്ലാഹി ലഹുമാ അശദ്ദു ഫിൽ മീസാനി മിൻ ജബലി ഉഹദിൻ, നാളെ മീസാനിലേക്ക് വെച്ചാൽ ഉഹദ് മലയേക്കാൾ ഈ കാലുകൾക്ക് ഭാരമുണ്ട്. ഇവിടെ പറഞ്ഞു സഅൽതു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു, നബിയേ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം എന്താണ് നബിയേ? ഖാല അസ്സലാത്തു അലാ മീഖാതിഹാ, അല്ലെങ്കിൽ അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിൻ്റെ സമയമായാൽ ഉടനെ ചെയ്യലാണ്. എന്തല്ല പെണ്ണുങ്ങൾക്ക് പരിപാടിയല്ല, അസർ വരെ ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകുക. എന്നാൽ ഒരു ഒതുവുമ്പോൾ രണ്ടും കിട്ടുമല്ലോ. അസർ ബോർഡറിൽ കൊണ്ടുപോയി നിസ്കരിക്കുക അല്ലേ, ജമ്മു സൂർ എന്നൊക്കെ ചില പുസ്തകന്മാർ പറയത്, അത് വെയിലിമ കൊണ്ടുവന്ന് വെക്കണേ. അപ്പോൾ പറയും 10 മിനിറ്റ് ഉള്ളൂ, എന്നാൽ അമ്മ അവിടെ ഇരിക്കാട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അതും കഴിഞ്ഞിട്ട് എണീക്കുക. അപ്പോൾ എന്താ ലുഹൂർ അങ്ങോട്ട് ലേറ്റായി പോയില്ലേ? അസർ കിട്ടും ശരി തന്നെയാണ്, പക്ഷെ ആ ലുഹൂറിന് അങ്ങോട്ട് ലേറ്റാക്കിയ വേണ്ട. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഒരു 5 മിനിറ്റല്ലേ വേണ്ടു. വേഗം ഒതു കൊടുത്തിട്ട് കിണറ്റൊന്നും മുക്കൊന്നും വേണ്ടല്ലോ, പൈപ്പ് തിരിച്ചാൽ കിട്ടൂലേ ഒതു കൊടുക്കാൻ. അവനവൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് നിസ്കരിച്ചൂടെ? ജോലി ചെയ്യുന്ന ഇടയിൽ വേഗം നിസ്കരിക്കുക, എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് കറി വെച്ചോളൂ, ഉപ്പേരി ഉണ്ടായിക്കോ, പപ്പടം പൊരിച്ചോ ഒക്കെ ചെയ്തോ. പക്ഷെ എന്ത് ചെയ്യുക, നിസ്കാരം നീട്ടി വെക്കണ്ട, അതിൻ്റെ സമയത്ത് തന്നെ ചെയ്തോളി. അത് ഏറ്റവും ശ്രേഷ്ഠമായൊരു അമല. അത് ഓരോ ദിവസം നഷ്ടപ്പെട്ട പിന്നെ എന്തുണ്ടാവും അവിടെ ചെന്ന് നോക്കിയാൽ? പിന്നെ മീൻകറിയും ഇറച്ചി വെച്ചൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, നിസ്കാരമൊന്നും കിട്ടാണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിസ്കാരം അതിൻ്റെ നേരത്ത് ചെയ്യൻ, ബാക്കിയുള്ളതിന് അതിനർഹിക്കുന്നത് കൊടുത്താൽ മതി. സ്വലാത്തു അലാ മീഖാതിഹാ, ഇത് പറഞ്ഞപ്പോൾ ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? എന്തിനായി ശ്രേഷ്ഠമായത് ചോദിക്കുന്നത്? ഇനി തിരഞ്ഞെടുക്കാൻ സമയമല്ല, ഏറ്റവും മുന്തിയത് അത് വാങ്ങിക്കുക, പിന്നെ വേറെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ബിർറുൽ വാലിദൈൻ, മക്കളെല്ലാം അവരവരുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന നന്മയാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ അമല്. നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ അമല് പിന്നെ ബിർറുൽ വാലിദൈൻ, ഉമ്മയെ വാപ്പയെ ഖിദ്മത്ത് ചെയ്യലാണ്, അവരെ സന്തോഷിപ്പിക്കലാണ്. പിന്നെ ഞാൻ ചോദിച്ചു, സുമ്മ അയ്യു, പിന്നെ എന്താണ് നബിയെ? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യലാണ്. അത് സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, ത്യാഗം കൊണ്ട്, ഒരു യുദ്ധമാസന്നമാവുകയാണെങ്കിൽ ജീവൻ കൊടുത്തുകൊണ്ട്, ഇങ്ങനെയൊക്കെ ജിഹാദ് നടക്കും. അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്. فسكت عن رسول الله صلى الله عليه وسلم ولو استزدته لزادني. പിന്നെ നബി തങ്ങളൊന്നും മിണ്ടിയില്ല. ഞാൻ നബിയോട് പിന്നെ എന്താണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നബി തങ്ങൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. ഏതാണ് നബിയെ ഏറ്റവും ശ്രേഷ്ഠമായത്? സ്വഹാബികളുടെ ചോദ്യം നോക്കണം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച ഹദീസാണ്, അബൂ ഹുറൈറ തങ്ങളുടെ ഹദീസ്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല, ഹബീബായ നബിയോട് ചോദ്യം ചോദിക്കപ്പെട്ടു. എന്താ ചോദ്യം? അയ്യുൽ അമലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും നല്ല അമൽ ഏതാ നബിയേ? ഏറ്റവും നല്ല അമൽ ഏതാ? അൽ ഈമാനും ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ഖൽബിൽ ഈമാൻ ഉണ്ടാവലാണ് ഏറ്റവും നല്ല ഖൽബിയായ അമലാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്.
സുമ്മ മാദാ, പിന്നെ എന്താണ്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യലാണ്. സുമ്മ മാദാ, പിന്നെന്താ നബിയേ? ഹജ്ജുൻ മബ്റൂർ, സ്വീകാര്യമായ ഹജ്ജാണ് എന്ന് പുണ്യനബി. അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ മൂസ റളിയല്ലാഹു അൻഹു അൽ-അശ്അരി, യമനിയായ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നു, യഖാലു യാ റസൂലല്ലാഹ് അയ്യുൽ ഇസ്ലാമി അഫ്ളലു. നോക്കണം ചോദ്യങ്ങളുടെ രീതി. ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് നബിയേ? ഇസ്ലാം ഇത് അഭിമാനമുള്ളൊരു മതമാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല സ്വഭാവം ഏതാണ്? ഇസ്ലാമിലെ ഏറ്റവും മുന്തിയ സ്വഭാവം എന്താണ്? അതാണ് ചോദ്യം. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഏതൊരു മനുഷ്യൻ്റെ നാവിൽ നിന്നും വിരൽ തുമ്പിൽ നിന്നും, കൈയെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ശക്തി, ഊക്ക്, അക്രമം. ഇന്നത് ഫേസ്ബുക്കൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സാധാരണ ആ യദിഹിന് വല്ലാത്ത അർത്ഥമാണല്ലേ. അവനവൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ട ആൾ. ഒന്നുകിലും ലൈവ് ചെയ്യും വായ കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി പോസ്റ്റ് വിടും. അത് വിരലുകൊണ്ടല്ലേ ടൈപ്പ് ചെയ്യുക. കയ്യിൽ നിന്നും നാവിൽ നിന്നും ആ ഒരു ഹദീത്തിൻ്റെ പ്രസക്തി ഞാൻ ആലോചിച്ച് പോവുക. മുമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ കയ്യൂക്ക് ഇടിക്കുക, കൊല്ലുക, ഇതൊക്കെ തന്നെയാണ്, ദുൽമാണ്. ഇന്ന് വലിയ ദുൽമ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടാ വലിയ ദുൽമ. പെരി കുത്തർന്ന് ഇങ്ങനെ കടന്നിട്ട കരുത് വിടുക. എന്തൊരു കാലല്ലേ, വല്ലാത്ത അവസ്ഥയാണ്. അള്ളാഹുവിൻ്റെ ഹിഫ്ദ് നൽകട്ടെ. ഒരു ഉമ്മത്തിൻ്റെ വലിയ അദാബ് എന്ന് പറയുന്നത് അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ വേർപിരിക്കലാണ്. അത് വലിയ അദാബാണ്, അത്രേ ഭയങ്കര വലിയ അദാബാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ആ മുസ്ലിമിൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും. ബാക്കി എല്ലാ വിശ്വാസികൾക്കും സലാമത്ത് വേണം. അതാണ് ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ പണി. ഒരാൾക്കും തോന്നരുത് അയാൾ എന്നെ വെറുതെ മാനം കെടുത്തും, അയാൾ എന്നെ പറ്റി അപമാനിക്കും, അയാൾ എന്നെ പറ്റി എന്തെങ്കിലും എഴുതും എന്ന്. ആരെപ്പറ്റിയാണോ നിങ്ങൾക്ക് പേടിയുള്ളത്, ആ മനുഷ്യൻ ഒരു ശരിയായ മുസ്ലിം അല്ല. എന്തിനാ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞു എഴുതേണ്ടത്? വേറെ എന്തെങ്കിലും സംഘടന കൂടെ. മുസ്ലിമാണെങ്കിൽ ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കുന്നത് എഴുതാനോ പറയാനോ പാടില്ല. നിങ്ങൾക്ക് നന്നാവണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? സ്വകാര്യമായിട്ട് PM വരിക, പേഴ്സണൽ മെസ്സേജ് കൊടുക്കുക, ഫോൺ നമ്പറുമായിട്ട് സംഘടിപ്പിച്ച് സംസാരിക്കുക എന്നല്ലാതെ ഈ തുറന്ന കത്ത് എന്നൊക്കെ പറയില്ലേ, തുറന്ന ഗീബത്ത് എന്നതിൻ്റെ അർത്ഥം. തുറന്ന കത്ത് ഒരാളോട് പണ്ടൊരാൾ അങ്ങനെ പാണക്കാട് തങ്ങൾക്ക് തുറന്ന കത്ത് എന്ന് പറഞ്ഞ് കണ്ട്, എന്തിനാ? അത് തുറന്ന ഗീബത്താണ്. നേരിട്ട് പറയണ്ടോ? നേരിട്ട് പറയാ. തുറന്ന ഗീബത്ത് എന്നതിൻ്റെ അർത്ഥം. നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ടില്ല പോയി തുറന്ന കത്ത് പോവുക, പത്രത്തിലോ വലിയ സോഷ്യൽ മീഡിയയിലേക്കോ പോവുക. എന്തിന്? എനിക്കിപ്പോൾ നിങ്ങളോട് ഒരാളോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് നിങ്ങളോടല്ലേ ഇത് പറയേണ്ടത്? അപ്പോഴല്ലേ നിങ്ങൾ തിരുത്തുള്ളൂ. നിങ്ങളുടെ ഒരു തെറ്റ് തിരുത്തണമെന്നാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നിങ്ങളോടാണ് പറയേണ്ടത്. അപ്പം നിങ്ങളത് അല്ല യൂട്യൂബിൻ്റെ കമൻറ്റിൽ വന്നിട്ട് എഴുതി പോവുക, ഫേസ്ബുക്കിൽ വന്നിട്ട് കമൻ്റ് ഇട്ട് പോവുക, അവനവൻ്റെ പേജിലിട്ടിട്ട് എഴുതി വിടുക. ഇതൊക്കെ ചെയ്യുന്നത് പച്ചയായ ഗീബത്ത്. അതൊന്നും ഒരു പൊരുത്തപ്പെടിക്കലൊന്നും അല്ല പൊരുത്തപ്പെട്ടിരില്ല. കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ അക്കൗണ്ടിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും. അവരോടൊക്കെ പൊരുത്തപ്പെടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അവരോടൊക്കെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പോൾ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് ജീവിതത്തിൽ മുഴുവൻ ചെയ്ത അമലുകൾ പോയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഏത് സംഘടന, ഏത് ചിന്താഗതി ലോകത്ത് കൊണ്ടുവന്നാലും അതിൻ്റെ പിന്നിൽ ചിന്താവാദം വിളിക്കുന്ന ആൾക്കാരെ കിട്ടും, ഒരു സംശയമില്ല. നിങ്ങളിപ്പോൾ എല്ലാ മനുഷ്യന്മാരും ചീത്ത പറയാൻ തീരുമാനിച്ചു, ഇന്ന് അതിനും കുറച്ച് ആൾക്കാരുണ്ടാവും ശരി തന്നെയാണെന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ മൂപ്പരപ്പാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ കിട്ടുന്ന സന്തോഷം മതിയോ നമുക്ക്? നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടണ്ടേ? നമ്മുടെ തെറ്റും കുറ്റവും അള്ളാഹു ഇതുപോലെ അങ്ങോട്ട് നാളെ പരലോകത്തിൻ്റെ വലിയ സ്ക്രീനിൽ അള്ളാഹുവിന് കാണിച്ചാൽ എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവില്ലൊരു ഡിസ്പ്ലേ. അള്ളാഹു അത് ഫളീഹത്താക്കുന്ന ഇത്തരം ആളുകൾക്ക്. അതുകൊണ്ട് മൻ തതബ്ബഅ ഔറാത്തിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ സ്വകാര്യവും മുഅ്മിനായ മനുഷ്യൻ്റെ ഏതെങ്കിലും കുറ്റവും കുറവും ഇങ്ങനെ ക്യാമറ വെച്ച് ഒളിക്കണ്ണ് വെച്ച് തപ്പിപ്പരതി നോക്കി ഒരു മുഅ്മിനായ മനുഷ്യനെ അപമാനിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ തതബ്ബഅല്ലാഹു ഔറതഹു വഫളഹഹു ഫീ ഖഅരി ബൈതി, ആ മനുഷ്യൻ്റെ സ്വകാര്യത അള്ളാഹു വെളിച്ചത്ത് കൊണ്ടുവരും. ആ മനുഷ്യൻ്റെ വീട്ടിൻ്റെ നടുക്കളത്തിൽ വെച്ച് കൊണ്ടുപോലും അള്ളാഹു മനുഷ്യനെ അപമാനിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളോട് കളിക്കേണ്ട, മുഅ്മിനീങ്ങളോട് അങ്ങനെ കളിക്കരുത്. അത് കുറച്ച് ഡേഞ്ചർ കളിയാണ്. അവരൊന്നും പറഞ്ഞില്ല എന്ന് വരും,
പാവപ്പെട്ട ഉസ്താദ്മാർക്ക് പോസ്റ്റ് ചെയ്യാനൊന്നും അറിയില്ല, അവർക്ക് ഫേസ്ബുക്ക് തുറക്കാൻ ആ കിതാബ് തന്നെ തുറന്നിട്ടുണ്ടാവില്ല. എനിക്കറിയില്ല കേട്ടോ, എൻ്റെ പേരിൽ ഒരുപാട് ഫേസ്ബുക്ക് നമ്മളെ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനത് ഇതുവരെ തുറന്നു നോക്കിയേ ഒരു പോസ്റ്റ് ഇടേ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. എനിക്കറിയാം അതിൽ കിട്ടാനൊന്നും വലിയ സംഘമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ പുറത്ത് ഏതെങ്കിലും നല്ല കിതാബ് എന്തെങ്കിലും നോക്കി കിതാബ് ഇത് മുത്താല ചെയ്ത് അത് കിട്ടൂലേ, എന്തിനാ ഈ ചവറൊക്കെ വായിച്ച് നമ്മുടെ തല കേടാക്കുന്നത്, പോകാറില്ല. പക്ഷെ നമ്മുടെ ഉസ്താദുമാർക്കത് അറിയില്ല പോലില്ല പഠിച്ചവനെ. അതുകൊണ്ട് അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജോലി എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്? മൻ സലിമൽ മുസ്ലിമൂൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും രക്ഷ വേണം നിന്റെ നാവിൽ നിന്ന്, നിന്റെ കയ്യിൽ നിന്ന്, നിന്റെ കൈവിരലിൽ നിന്ന്, നിന്റെ കരുത്തിൽ നിന്ന് രക്ഷ വേണം. ഇതില്ലേ എൻ്റെ കാര്യം പോക്കാം, അതന്നെ അർത്ഥം. അതുകൊണ്ട് നന്നാവണമെങ്കിൽ നന്നാവാൻ പറ്റിയ സമയമാണ്, റജബ് മാസമാണ്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ തമ്പുരാനെ.